എല്ലാവർക്കും നമസ്കാരം. ഇന്ന് HS മാത്സ് വേൾഡിൻ്റെ 7ാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 9ാം ക്ലാസ്സിലെ പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന 1ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു പ്രോബ്ലമാണ്, ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലമാണ്. ദി കോസ്റ്റ് ഓഫ് 2 പെൻ ആൻഡ് 3 നോട്ട്ബുക്ക് ഈസ് ₹110. Cost of 2 pen and 5 notebook is ₹170. Find the cost of each. ഇതുപോലെയുള്ള പ്രോബ്ലം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആയതുകൊണ്ട് അതോടെ ചെയ്യുകയാണ്. ഒരു 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി എത്ര രൂപയാണ്? 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി 110 രൂപ. 2 പേനയ്ക്കും 5 നോട്ട്ബുക്കിനും കൂടി ആകുമ്പോൾ 170 രൂപയാണ്. അപ്പോൾ 2 കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. ഒരു കടയിൽ പോയി 2 പേനയും 3 നോട്ട്ബുക്കും കൂടി മേടിച്ചാൽ 110 രൂപ കൊടുക്കണം. അതേസമയം 2 പേനയും 5 നോട്ട്ബുക്കും കൂടിയാണ് വാങ്ങിച്ചെങ്കിൽ 170 രൂപ കൊടുക്കണം. അപ്പോൾ ആ കണ്ടീഷൻ ഒന്ന് മനക്കണക്കായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെ 3 നോട്ട്ബുക്ക് എന്നുള്ള 5 നോട്ട്ബുക്കായി. 2 പേന 2 കൊടുത്ത് 2 പേന തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 pen ഈസ് കോമൺ. Here, in the second condition, 2 notebooks increased. Number of notebooks increased by 2. No other change. അപ്പോൾ 2 നോട്ട്ബുക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ എത്ര രൂപ കൂടി? When 2 notebooks increase, how much more money is given? എത്ര പണമാണ് കൂടുതൽ നൽകിയത്? എത്ര കൊടുത്തു? 110 170 എന്ന് പറഞ്ഞാൽ 60 രൂപ കൂടുതൽ കൊടുത്തു അല്ലേ? അപ്പോൾ 2 നോട്ട്ബുക്ക് കൂടുതൽ വാങ്ങിച്ചപ്പോൾ 60 രൂപ കൂടുതൽ കൊടുത്തു. അപ്പോൾ ഒരു നോട്ട്ബുക്കിൻ്റെ വില എന്തായിരിക്കും? 2 നോട്ട്ബുക്കിൻ്റെ വില എന്ന് പറയുകയാണ് 60 രൂപ. അപ്പോൾ ദി കോസ്റ്റ് ഓഫ് 2 നോട്ട്ബുക്ക് ഈസ് ഈക്വൽ ടു 60 rupees. സോ കോസ്റ്റ് ഓഫ് 1 നോട്ട്ബുക്ക് എത്രയായിരിക്കണം? 2 നോട്ട്ബുക്കിന് 60 രൂപ, ഒരു നോട്ട്ബുക്കിന് 60/2, ദാറ്റ് ഈസ് 30 rupees. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോട്ട്ബുക്കിൻ്റെ പ്രൈസ് കിട്ടി. ഇനി നോക്കിക്കുക, ആദ്യത്തെ കണ്ടീഷൻ നോക്കിയാൽ 2 നോട്ട്ബുക്കിനും 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടിയാണ് 110 രൂപ. അപ്പോൾ 2 പേനയും 3 നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്കിന് 30 രൂപ നമുക്ക് കിട്ടി. അപ്പോൾ 3 നോട്ട്ബുക്കിന് എത്രയാ? 3 × 30 90 രൂപ. അപ്പോൾ 3 നോട്ട്ബുക്കിന് 90 രൂപ. അപ്പോൾ 2 പേനയും 90 രൂപയും, 2 പേന പ്ലസ് 90 രൂപ എന്ന് പറഞ്ഞാൽ 110 ആയി. അപ്പോൾ 110 90 കുറച്ചാൽ 20 എന്ന് പറഞ്ഞാൽ ഈ 2 പേനയുടെ വിലയായിരിക്കും. അപ്പോൾ 2 പെന്നിന്റെ വില എന്ന് പറയുന്നത് 20 രൂപ. അപ്പോൾ ഒരു പേനയുടെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 10 രൂപ. അപ്പോൾ ഇങ്ങനെ മനക്കണക്കായിട്ട് നമുക്ക് ചിന്തിക്കാം. കോസ്റ്റ് ഓഫ് 1 penny is equal to 10 rupees. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി 110 രൂപ, 2 പേനയ്ക്കും 5 നോട്ട്ബുക്കിനും കൂടി 170 രൂപ. അപ്പോൾ 3 പേനയെന്ന് 3 നോട്ട്ബുക്കിൽ നിന്ന് 5 നോട്ട്ബുക്കായിട്ട് വർദ്ധിച്ചു. അപ്പോൾ 2 നോട്ട്ബുക്ക് കൂടുതൽ വാങ്ങിച്ചപ്പോൾ 60 രൂപ കൂടുതൽ കൊടുത്തു. അപ്പോൾ ഒരു നോട്ട്ബുക്കിന് 60ന്റെ പകുതി 30 രൂപ. ക്ലിയർ ആണോ പറഞ്ഞത്? എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ ഒരു നോട്ട്ബുക്കിനായിട്ട് പിന്നെ നമുക്ക് പേനയുടെ വില കണ്ടുപിടിക്കാം. കാരണം 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി 110 രൂപ എന്നാണ്. അപ്പോൾ 3 പേനയ്ക്ക് 3 നോട്ട്ബുക്കിന് 3 × 30 90. അപ്പോൾ 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിൻ്റെ വില 90 രൂപ കൂടുമ്പോഴാണ് 110 രൂപ. അപ്പോൾ 110 നിന്ന് 90 കുറച്ചാൽ 20 രൂപ എന്ന് പറഞ്ഞാൽ 2 പേനയുടെ വില. അപ്പോൾ 2 പെന്നിൻ്റെ വില 20 രൂപ, അപ്പോൾ ഒരു പേനയ്ക്ക് 10 രൂപ. അപ്പോൾ ഇങ്ങനെ പേനയുടെയും അതുപോലെ തന്നെ നോട്ട്ബുക്കിൻ്റെയും വില നമ്മൾ മനക്കണക്കായിട്ട് ചെയ്ത് നോക്കിയതാണ്. ഇത് നമുക്ക് വേരിയബിൾ എടുത്ത് ചെയ്ത് നോക്കാം. സെക്കൻഡ് മെത്തേഡ്, അതായത് ലെറ്റ് ദി പ്രൈസ് ഓഫ് 1 pen ഈസ് ഈക്വൽ ടു X ആൻഡ് ദ കോസ്റ്റ് ഓഫ് 1 നോട്ട്ബുക്ക് ഈസ് ഈക്വൽ ടു Y. അങ്ങനെ 2 വേരിയബിൾ എടുക്കുക. സോ ഈ കേസ് തന്നെയാണ് വേരിയബിൾ എടുക്കുന്നുള്ളൂ. ഈ ചിന്തിച്ച കാര്യം വേരിയബിൾ എടുത്തെന്ന് എഴുതുന്നു. അപ്പോൾ അവിടെ കോസ്റ്റ് ഓഫ് 1 pen X, കോസ്റ്റ് ഓഫ് 1 നോട്ട്ബുക്ക് Y. ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? 2 pen + 3 നോട്ട്ബുക്ക്. 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി 110 രൂപ. അപ്പോൾ 2 പേന എന്ന് പറയുമ്പോൾ 2x, ഒരു പേനയ്ക്ക് x രൂപയാണ്. അപ്പോൾ 2 പേനയ്ക്ക് 2x രൂപ വരും അല്ലേ? അതുപോലെ 3 നോട്ട്ബുക്കാണ്, ഒരു നോട്ട്ബുക്കിന് y rupees ആണ്. അപ്പോൾ 3 നോട്ട്ബുക്കിന് 3y rupees. അപ്പോൾ 2x + 3y = 110. ഫസ്റ്റ് കണ്ടീഷൻ ക്ലിയർ ആണല്ലോ? അതുപോലെ സെക്കൻഡ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. 2 പെന്നിനും 5 നോട്ട്ബുക്കിനും കൂടി 170 രൂപ.
അപ്പോൾ ഒരു പേനയ്ക്ക് എക്സ് നടത്തപ്പോൾ 2x പ്ലസ് 5y ഈക്വൽ ടു 120. സോ വി ഹാവ് ടു ഇക്വേഷൻ 2x പ്ലസ് 3y ഈക്വൽ ടു 110, 2x പ്ലസ് 5y ഈക്വൽ ടു 170. ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ഇവിടെ 3y അല്ലേ കിടക്കുന്നത്, ഇവിടെ 5y ആ. ഈ 5y ഞാനൊരു കാര്യം ചെയ്യുന്നു, 3y പ്ലസ് 2y എന്ന് എഴുതും. അപ്പോൾ 2x പ്ലസ് 5y ഈസ് റീപ്ലേസ്ഡ് ബൈ 3y പ്ലസ് 2y. അങ്ങനെ എഴുതാനുള്ള കാരണം 2x പ്ലസ് 3y നമുക്കറിയാം, ഇത്ര അറിയാം, ഇതറിയില്ലാത്തുള്ളൂ. അപ്പോൾ 2x പ്ലസ് 3yയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കാം? 110 കൊടുക്കാം. അപ്പോൾ 110 പ്ലസ് 2y ഈക്വൽ ടു 170. ക്ലിയർ ആയോ പറഞ്ഞത്? 110 പ്ലസ് 2y ഈക്വൽ ടു 170. അതായത് ഇവിടെ ഈ 2x പ്ലസ് 3yയുടെ സ്ഥാനത്ത് 110 കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 5y ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ 100 പ്ലസ് 2y 170, 2y ഈക്വൽ ടു 60. ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് പേനയുടെ വില, അല്ല 2 നോട്ട്ബുക്കിന്റെ വില 2y 60 രൂപ. അപ്പോൾ ഒരു നോട്ട്ബുക്കിന് 60/2 30 രൂപ. അപ്പോൾ ഒരു നോട്ട്ബുക്കിന്റെ വില കിട്ടി. ഇനി ഈ നോട്ട്ബുക്കിന്റെ വില വൈയുടെ വില ഇവിടെ ഒന്നാമത്തെ തന്നെ കൊടുക്കുക. 2x പ്ലസ് 3y 110 എന്നുള്ളതിൽ 2x പ്ലസ് 3 × 30 ഈക്വൽ 110. അത് തന്നെ നമ്മളിവിടെ ആദ്യം കിട്ടിയത് തന്നെയാണ്, സെയിം കേട്ടോ. ഇവിടെ കിട്ടിയ അതേ സ്റ്റെപ്പാണ്. 2x പ്ലസ് 3 × 30 110, that is 2x plus 90 equal to 110. So 2x equal to 110 minus 90, that is 2x equal to 20. So x equal to 20/2. 10x എന്ന് പറയുന്നത് പെന്നിന്റെ വിലയാണ്. അപ്പോൾ ഒരു പെന്നിന് 10 rupees, ഒരു നോട്ട്ബുക്കിന് 30 രൂപ. അങ്ങനെ വേരിയബിൾ എടുത്തും കൂടി നമുക്ക് വളരെ എഴുതാനും സൗകര്യമുണ്ട്, ചിന്തിക്കാനും സൗകര്യമുണ്ട്. എക്സും വൈ അങ്ങനെ വേരിയബിൾ എടുക്കുമ്പോൾ ഇവിടെ ഡയറക്റ്റാണ് മനസ്സിൽ തന്നെ കണക്ക് കൂട്ടി ചെയ്ത്, അങ്ങനെ ഇതൊന്നും ശീലിക്കുന്നതല്ലാണ്. മനസ്സിൽ കണക്ക് കൂട്ടി ചെയ്തു, അത് വേരിയബിൾ എടുത്തും ചെയ്തു. പക്ഷേ എല്ലാ കേസിലും നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് വേരിയബിൾ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ വേരിയബിൾ ഉപയോഗിച്ച് 2 വേരിയബിൾ ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.